നിങ്ങൾക്കറിയാം, ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നിങ്ങൾക്കറിയാം. വളരെ വിസിബിളാണ്. UDF LDF എന്നുള്ള ഇലക്ഷനിൽ അപ്പുറത്ത് UDFനോടൊപ്പം പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട VM വിനു കൂടി വന്നതോടുകൂടി ഇലക്ഷന്റെ മാനം മാറിയിരിക്കുക. ഈ ഇലക്ഷൻ അട്ടിമറിക്കണമെങ്കിൽ നേരായ വഴിയിലൂടെ സാധ്യമല്ല എന്ന് കൃത്യമായി അവർക്ക് ബോധ്യമായിരിക്കുക. ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്നും ഇവര് തെളിയിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, SIR നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ്. SIR എന്തിനാ നടപ്പാക്കിയത് എന്ന് ബീഹാർ നമുക്ക് കാണിച്ചു തന്നു. അത് കേരളത്തിൽ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്നൊക്കെ പറയുന്ന ആളുകളാണ്. BJP ഇത്തരത്തിലുള്ള വോട്ട് ചോരി ആലോചിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാന CPM. അത് എല്ലാ അർത്ഥത്തിലും തകരുമെന്ന് കണ്ടപ്പോ അവര് ഇത്ര ഹീനമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, വോട്ടർ പട്ടിക തുടക്കം മുതൽ DCC പ്രസിഡന്റ് ഒരു 3-4 തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മനഃപൂർവ്വമായി വൈകിയ നേരം വെളുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ടവകാശം. ആ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ പൗരന്റെ പ്രാഥമികമായ ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. സ്ഥാനാർത്ഥിത്വമൊക്കെ രണ്ടാമതല്ലേ. പ്രാഥമികമായി തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലാതെ ആക്കുന്ന ഇത് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. അതിനെതിരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് വോട്ടുണ്ടാകുമെന്ന് സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിനോട്ട് സംസാരിക്കും. 40-45 വർഷമായിട്ട് ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫാമിലി എല്ലാം തന്നെ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ, ഒരു കാരണവശാലും ഒരു വോട്ടും നഷ്ടപ്പെടുത്തരുത്, വോട്ടടയാളപ്പെടുത്താനുള്ള അവകാശം അതൊരിക്കലും നീ കളയരുത്, ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ വരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം, ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിശ്ചയിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം? ആർക്കാണ് ഇതിന് അധികാരമുള്ളത്? എൻ്റെ ഒരു വോട്ടിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മുകളിലും ഇതുപോലെ കേരളത്തിലൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും? ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വോട്ട് നിഷേധം എന്ന് പറയുന്ന ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അത്രയും വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ്, എൻ്റെ അവകാശമാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത്, ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റായിട്ട്, അത് കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമഡി ഫോൺ കോളുകൾ വന്നത്, നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു വിനേട്ട, ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്, അത് എനിക്ക് കോൺഗ്രസ് ആകാൻ പാടില്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഇത് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ എൻ്റെ വാർഡിൽ കല്ലായിൽ ഞാൻ വളരെ ശക്തമായി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാണ്. ആ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ പ്രതീക്ഷയുണ്ട്. ഞാനിവിടെ ഈ ഇലക്ഷന് ഇറങ്ങിയിരിക്കുന്നതും ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചതും ഈ നഗരത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത ഈ ഒരു 40-45 കൊല്ലമായിട്ട് ഈ നഗരത്തിൽ സംഭവിക്കുന്ന അനിശ്ചിതത്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ജനിച്ച് വളർന്ന് മുട്ടായത്തരവിലൂടെയും വലിയങ്ങാടിയിലൂടെയും പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്തൂടെയൊക്കെ നടന്ന് നീങ്ങിയവനാണ് ഞാൻ. അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കോടിൻ്റെ പൾസൊക്കെ എനിക്കറിയാം. ഒരു രാഷ്ട്രീയക്കാരനേക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ ഞാൻ വളരെ നിരീക്ഷണ ബോധമുള്ളൊരു കക്ഷിയാണ്. അങ്ങനെയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് അതിനുള്ള കഴിവും അതിൻ്റെ ബുദ്ധിയും അതുപോലെ നിരീക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അതൊക്കെ എൻ്റെ സിനിമകളിലും വ്യക്തമാണ്. ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എൻ്റെ വോട്ടില്ല, എനിക്ക് വോട്ടവകാശത്തിനില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാനെന്താ നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടറെ കാണും, എൻ്റെ നിവേദനം അർപ്പിക്കും, നാളെ ഹൈക്കോടതിയെ സമീപിക്കും.